അസ്സലാമലൈക്കും. ദിയ ഫാത്തിമയുടെ ഉപ്പയാണ്. ഇപ്പോൾ സമയം 11 മണി, ഉറക്കം വരുന്നില്ല. കാരണം വേറൊന്നുമല്ല, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പാലക്കാട് കരിമ്പയിൽ നിന്ന് ഇന്നുണ്ടായ അപകടത്തെക്കുറിച്ച്. നിങ്ങളൊക്കെ വാർത്തകളും ന്യൂസൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഞാനും കാണാനിടയായി. അപ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു വേദന. കാരണം വേറൊന്നല്ല, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് അങ്ങനെ വന്നില്ല. അപ്പോൾ ആ മക്കളെ കണ്ടപ്പോൾ വല്ലാത്തൊരു വേദന, ഉറക്കം വരുന്നില്ല. എന്തൊക്കെയോ ആലോചന ചിന്തയൊക്കെ ഇങ്ങനെ വല്ലാതെ മനസ്സിലിങ്ങനെ അലട്ടുന്നു. കാരണം എൻ്റെ പൊന്നുമോള് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏകദേശം ഈ മക്കളെ പ്രായമെല്ലാം ആയിട്ടുണ്ടാവും. 12 വയസ്സ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ്. അപ്പോൾ എൻ്റെ മോളിൽ നിന്ന് ജീവിച്ച് നമ്മളെ അടുത്ത് കയ്യിലുണ്ടെങ്കിൽ ഇന്ന് 12 വയസ്സായിരുന്നു. അപ്പോൾ ഏകദേശം സ്കൂളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരാലോചന, പെട്ടെന്നൊരു ചിന്ത എന്തൊക്കെയല്ലോ വന്നു മനസ്സിൽ. അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, ആ ദുരന്തം കണ്ട ആ വീട്ടുകാർ, തൊട്ടടുത്തുള്ള വീട്ടുകാരുടെ അവസ്ഥ, അവരൊക്കെ ഞാൻ ഈ ചാനലിങ്ങനെ കണ്ടു. ഭയങ്കര റിപ്പോർട്ട്, അവർക്ക് സംസാരിക്കാൻ പോലും ആവുന്നില്ല. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, അതെന്തോ ആലോചിച്ചപ്പോൾ എന്തോ ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഭയങ്കര വിഷമം, സത്യം പറയാം. അപ്പം ഞാനിങ്ങനെ കുറേ നേരം ആലോചിച്ച്, എൻ്റെ മോളെ പ്രായം ഉണ്ടാവും മക്കൾക്ക്, എൻ്റെ മോളുണ്ടെങ്കിൽ അവരെപ്പോലെ ഉണ്ടാവും. അങ്ങനെയൊക്കെ നമ്മുടെ അടുത്തില്ല, നമ്മൾ ഇല്ലാത്തതിൻ്റെ അനുഭവം ഇങ്ങനെ വേദനയോടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ ആ മക്കളെ എന്താ പറയുക, വീടിന് മുന്നേ കൊഴിഞ്ഞു പോയ കുഞ്ഞു മക്കൾ, അപ്പം സഹിക്കുന്നില്ല വേദന. എന്താ അള്ളാഹ് ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. എല്ലാ വീട്ടുകാർക്കും, ആ മക്കൾ നഷ്ടപ്പെട്ട എല്ലാ വീട്ടുകാർക്കും അള്ളാഹ് ക്ഷമ നൽകട്ടെ. അതുപോലെ എല്ലാവരും ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ ഓതിയിട്ടോ അല്ലെങ്കിൽ യാസീൻ ഓതിയിട്ടോ ദുആ ചെയ്യുക. കാരണം അതൊക്കെ പിഞ്ചു മക്കളാണ്. അള്ളാൻ്റെ അടുത്ത് ഷഹീദിൻ്റെ കൂലി ഉണ്ടാവും, സ്വർഗം ഉണ്ടാവും, അതൊക്കെ സത്യമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു വേദന, ഉറക്കം വരുന്നില്ല, മനസ്സിൽ വല്ലാത്തൊരു വിങ്ങൽ, വേദന, സങ്കടം, എന്തൊക്കെയല്ലോ അടങ്ങൽ ഇങ്ങനെ നമ്മളെ കുടുംബത്തിൽ സംഭവിച്ച പോലത്തൊരു വല്ലാത്തൊരു വേദന. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫാത്തിഹയെങ്കിലും ആ മക്കൾക്ക് കിട്ടട്ടെ എന്നുള്ള ഒരു ഇതിലിങ്ങനെ വന്നതാണ്. അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചൊന്നുമല്ല. ഇപ്പോൾ ഉണ്ടെങ്കിൽ എൻ്റെ മോളെ അതേ പ്രായം, എൻ്റെ മോളിപ്പോൾ ഉണ്ടെങ്കിൽ എൻ്റെ മോൾ അതേ പ്രായമായിരിക്കും ഈ മക്കൾക്ക്. അപ്പോൾ അതിങ്ങനെ ഓർത്തപ്പോൾ ഒരു വല്ലാത്തൊരു വേദന കണ്ടപ്പോൾ, അവരെ കണ്ടപ്പോൾ, അവരവസ്ഥ കണ്ടപ്പോൾ വിചാരിച്ചു പഠിച്ചവൻ ആർക്കും ഇങ്ങനെ കൊടുക്കരുതെന്ന്. പക്ഷേ ആ മക്കളെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ എൻ്റെ മോളും ഇതുപോലെ ഈ പ്രായത്തിലുണ്ടാവില്ലേ ഇപ്പോൾ ഉണ്ടെങ്കിൽ, ഒരു വേദനയാണല്ലോ റബ്ബേ, ആർക്കും ഈ ഗതി വരുത്തില്ലേ എന്നുള്ള ഒരു വല്ലാത്തൊരു കടങ്ങൽ. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഒരു ഫാത്തിഹ ഓതിയിട്ട് ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ദ്വാരക്കണം. എൻ്റെ മോളുണ്ടെങ്കിലും അതേ പ്രായമായിരിക്കും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ, അതുകൊണ്ട് വന്നേന്നുള്ളൂ, ഇത്ര മാത്രം പറയുന്നുള്ളൂ. അപ്പം ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് എല്ലാവരും ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ആർക്കും ഒരു ഗതി വരുത്താതിരിക്കട്ടെ, ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അസ്സലാമു അലൈക്കും.